പത്തനംതിട്ട മിഴുവേലിയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ അമ്മയായ 21-കാരിയുടെ മൊഴികളിൽ അവ്യക്തതയുണ്ടെന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പെൺകുട്ടിയെയും ബന്ധുക്കളെയും വിശദമായി ചോദ്യം ചെയ്യും. പെൺകുട്ടി എത്തിയത് ആന്തരിക രക്തസ്രാവവുമായി ബന്ധപ്പെട്ടെന്ന് ചെങ്ങന്നൂർ ആശുപത്രിയിലെ ഡോക്ടർ ലക്ഷ്മി വ്യക്തമാക്കുന്നു. പ്രസവ വിവരം പെൺകുട്ടി ആദ്യം മറച്ചു വെച്ചെന്നും ഡോക്ടർക്ക് അഭിപ്രായമുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ്. നിരന്തരമായി ചോദിച്ചിട്ടും കുട്ടി എവിടെയാണെന്നോ കുട്ടി എന്ത് ചെയ്തെന്നോ പറയുന്നുണ്ടായിരുന്നില്ല. ജീവനോടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നത്. ചില പ്രീത സിസ്റ്ററിനോടാണ് കുട്ടി വളരെ രഹസ്യമായി പറയുന്നത് കുഞ്ഞിനെ തൊട്ടടുത്തുള്ള പറമ്പില് മതിലിനോട് ചേർത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. പറയൂ ജയശങ്കർ. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പറമ്പിലാണ് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ ജഡം പോലീസ് കണ്ടെത്തുന്നത്. ഇവിടെ ആണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ കുട്ടിയെ പൊതിഞ്ഞ് വെക്കുന്ന സാഹചര്യം ഉണ്ടായത്. കുട്ടിയുടെ മൊഴി അനുസരിച്ച് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വീട്ടിൽ 4 മണിയോടെ പ്രസവം നടക്കുന്നു. ആ പ്രസവം നടന്നതിന് ശേഷം പെൺകുട്ടി ഈ വഴിയിലൂടെ തന്നെ നടന്നു വന്ന് ഈ വീടിന് ചേർന്നുള്ള ശുചിമുറിയിൽ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നു. അതിനുശേഷം അവിടെ വെച്ച് കുട്ടി കരഞ്ഞതോടെ വായ പൊത്തുന്നു. അതിനുശേഷം നടന്നു തന്നെ ഈ വീടിന് സമീപത്തുള്ള ഈ പറമ്പിൽ ഇലയിൽ പൊതിഞ്ഞ് വെച്ചു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി എന്തായാലും വ്യക്തമാക്കുന്നത്. ഇന്നലെ ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതനുസരിച്ച് ഇവിടെ എത്തി ഇലവന്തിട്ട പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ 2 ദിവസത്തോളം പ്രായമുള്ള കുട്ടിയുടെ ജഡം കണ്ടെത്തുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഈ പെൺകുട്ടിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആരോഗ്യനിലയിൽ ചില പ്രശ്നങ്ങളുണ്ട് പെൺകുട്ടിക്ക്, അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ പോലീസ് നടത്തിയിട്ടില്ല. പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴികളിൽ അവ്യക്തത ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കാരണം വീട്ടുകാർക്കുൾപ്പെടെ ഈ കാര്യം അറിയില്ലായിരുന്നു. താൻ സ്വയമാണ് ഈ 4 മണിയോടുകൂടി പ്രസവിച്ചത്. അതിനുശേഷം കുട്ടിയെ ഉപേക്ഷിച്ചതും സ്വന്തം നിലയ്ക്കാണ്. മറ്റാരുടെയും ഒരു പിന്താങ്ങൽ ഇല്ലെങ്കിൽ അവരുടെ ആരുടെയും ഒരു പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. ആർക്കും ഈ വിവരം അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഗർഭിണിയാകാൻ കാരണക്കാരനായ വ്യക്തിയെക്കുറിച്ചും പോലീസിന് വിവരം നൽകിയിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടി ജനിച്ച ഉടൻ തന്നെ വായ പൊത്തിയതിനു ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഉപേക്ഷിച്ചു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. പക്ഷേ ഈ മൊഴി വിശ്വസനീയമല്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇത്തരത്തിലൊരു കുട്ടി ജനിക്കുമ്പോൾ അവിടെ വലിയ തോതിലുള്ള ശബ്ദമുണ്ടാകും, മറ്റ് വിഷയങ്ങളുണ്ടാകും. അതൊക്കെ തന്നെ ബാക്കി വീട്ടുകാരും അറിയാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പോലീസ് പറയുന്നു. അത്തരം സാധ്യതകൾ എന്തായാലും പോലീസ് തള്ളിക്കളയുന്നില്ല. അത്തരത്തിൽ വിശദമായൊരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ നവജാത ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കും. ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്തുക. കാരണം കുട്ടി ഏതെങ്കിലും അസ്വാഭാവികമായ രീതിയിൽ മരിച്ചതാണോ അതോ ശ്വാസം മുട്ടി ഉൾപ്പെടെ കൊലപ്പെടുത്തിയതാണോ എന്ന വിഷയത്തിൽ ഒരു കൃത്യമായ ഉത്തരം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരിക്കും ലഭിക്കുക. എന്തായാലും പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെ തന്നെ കോന്നി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയെയും കുടുംബാംഗങ്ങളെയും വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ ഒരു തീരുമാനം. എന്തായാലും വലിയ ദുരൂഹത ഇവിടെ നിലനിൽക്കുന്നു. കാരണം ആർക്കും അറിയില്ല, തനിക്ക് മാത്രമേ എല്ലാം അറിയൂ എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ആ മൊഴിയിൽ തന്നെ പോലീസിന് വലിയ സംശയമുണ്ട്. കാരണം ഗർഭിണിയായാൽ തന്നെ അത് നാട്ടുകാരും ഒപ്പം തന്നെ വീട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ നാട്ടുകാർ അറിഞ്ഞില്ലെങ്കിലും വീട്ടുകാരെ അറിയേണ്ടതാണ്. പക്ഷേ ആ കാര്യത്തിൽ ഒരു വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് കേസ് അന്വേഷിക്കാനാണ് പോലീസിൻ്റെ ഒരു തീരുമാനം. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.